ഹായ് ഹലോ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മീനാക്ഷി ഉണ്ണികൃഷ്ണനാണ്. വാഴ എന്ന സിനിമയിലൂടെ വീണ്ടും മലയാള സിനിമയുടെ ഭാഗമായിരുന്നു വീണ്ടും ഒന്നും കൂടെ എത്തിയിരിക്കുകയാണ്. സോ എന്തൊക്കെയുണ്ട് വാഴയുടെ വിശേഷങ്ങളൊക്കെ? ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തിയേറ്റേഴ്സിന് പോയപ്പോൾ കോട്ടയത്തെ ഏതൊരു തിയേറ്ററാണ്, ഒരു ആൻറ്റി വന്നിട്ട് എൻ്റെ രണ്ട് കൈയും പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു മോളെ ഭയങ്കര, അതൊക്കെ ആസ് എൻ ആക്ടർ നമുക്ക് കിട്ടുന്നതിൻ്റെ ഏറ്റവും നല്ലൊരു അവാർഡാണ്. ഇപ്പം പുതിയത് ഇപ്പം വാഴ 2 അനൗൺസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയമായിട്ടുള്ള വാഴ 2ലും ഉണ്ടോ? അത് പറയാറായിട്ടില്ല, ചെയ്തിട്ടുണ്ട്. അതിന്റെ പരിപാടികൾ നടക്കുന്നേ ഉള്ളൂ. സൂൺ അനൗൺസ്. പിന്നെ ഒരു റിസൾട്ട് ആയിട്ട് ഇപ്പൊ വാഴ വന്നു. അടുത്ത ഇനി വരാൻ പോകുന്നത് മമ്മൂക്കയോടൊപ്പം, അതും JVM ഡയറക്ടോറിയലും. അതിലോട്ട് എങ്ങനെയായിരുന്നു? അത് ഓഡിഷൻ? അത് മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് എനിക്ക് കോള് വന്നു. ഒരു ചെറിയ ഓഡിഷൻ ഉണ്ടായിരുന്നു. ഹായ് ഹലോ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മീനാക്ഷി ഉണ്ണികൃഷ്ണനാണ്. വാഴ എന്ന സിനിമയിലൂടെ വീണ്ടും മലയാള സിനിമയുടെ ഭാഗമായിരുന്നു വീണ്ടും ഒന്നും കൂടെ എത്തിയിരിക്കുകയാണ്. സോ എന്തൊക്കെയുണ്ട് വാഴയുടെ വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. ഇപ്പോൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ, 3-4 ദിവസമായിട്ടുള്ളൂ. ഭയങ്കര അടിപൊളി റെസ്പോൺസസ് ആണ്. നിങ്ങളെല്ലാവരും അതിൻ്റെ ഒരു സന്തോഷത്തിലിരിക്കുകയാണ്. ഇപ്പം ഇതിലെ ആർട്ടിസ്റ്റുകളായിട്ട് വന്നിട്ട് എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള റോളുകളാണ്. ഇതിലെ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾക്ക് വലിയൊരു ഫാൻ ബേസ് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ പ്രത്യേകം എടുത്തിട്ടുണ്ട് മീനാക്ഷിയുടെ പേര് തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ തിയേറ്റർ വിസിറ്റിന് പോയതിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം, മീനാക്ഷി കാണുമ്പോഴത്തേക്ക് ഫാൻസ് ഒക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും ഈ ഒരു സിനിമയിലൂടെ തന്നെ ഒരു നമ്മുടെ എല്ലാവരുടെയും ലൈഫ് മാറുന്ന ഒരു മൊമെന്റ് അല്ല ഒരു സിനിമ ഉണ്ടാകും. ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് ഒരു സിനിമയാണ്. അപ്പൊ വാഴ എന്ന സിനിമ ശരിക്കും ലൈഫ് മാറ്റിമറിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ലൈഫ് അങ്ങനെ ഇപ്പോൾ പറയാറായിട്ടുണ്ടോ എനിക്കറിയില്ല. ഇപ്പോൾ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ തിയേറ്റേഴ്സിനൊക്കെ പോകുമ്പോൾ ഭയങ്കര റെസ്പോൺസസ് ആണ്. എൻ്റെ സൗണ്ട് കുറച്ച് പോയിരിക്കുക പ്രൊമോഷൻസിലൊക്കെ പോയിട്ട്. അപ്പോൾ നല്ല റെസ്പോൺസസ് വരുന്നു. നമ്മൾ ആഗ്രഹിച്ച ഒരു സ്പേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്നു. ക്യാരക്ടർ ഭയങ്കര വർക്കായി എന്ന് പറഞ്ഞിട്ട് ഓരോ മെസ്സേജ് വിളി മെസ്സേജ് എല്ലാം ഉണ്ട്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തിയേറ്റേഴ്സിന് പോയപ്പോൾ കോട്ടയത്തെ ഏതൊരു തിയേറ്ററാണ്, ഒരു ആൻറ്റി വന്നിട്ട് എൻ്റെ രണ്ട് കൈയും പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു മോളെ ഭയങ്കര, അതൊക്കെ ആസ് എൻ ആക്ടർ നമുക്ക് കിട്ടുന്നതിൻ്റെ ഏറ്റവും നല്ലൊരു അവാർഡാണ്. ഓഡിയൻസിൻ്റെ അക്സെപ്റ്റൻസ് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുൻപ് മലയാളികൾ വാങ്ങുന്ന സിനിമയിലൂടെ മീനാക്ഷിയെ കണ്ടു. അപ്പം അതിന്റെ വീഡിയോസ് ഒക്കെ ആയാലും ഇന്റർവ്യൂസ് ആയാലും നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ലുക്കും ഇപ്പോഴത്തെ ലുക്കും ഭയങ്കര ഡിഫറൻറ്റ്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു മുടിയൊക്കെ? ഒരു ടോം ബോയ്സ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓഡിഷന് പോയപ്പോൾ വിപിൻ ചേട്ടനും ആനന്ദും പറഞ്ഞു നമ്മൾ ഫുൾ മുടി കട്ട് ചെയ്ത് കളയാൻ പോവാ, ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ ആക്ടിങ് അല്ലേ, എന്ത് ഓക്കെ. അങ്ങനെ പോയി. ഇവരൊരു 2-3 ദിവസത്തിൽ തന്നെ ലുക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വെട്ടി. ഇല്ല, ഇതിപ്പോൾ മൂവിയിൽ ഇതിനേക്കാളും കുറച്ചാണ്. അപ്പോൾ ഇതിനെയും വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ക്യാരക്ടർ ആദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ക്യാരക്ടറായിട്ടും? ഒരു ക്യാരക്ടർ നമ്മൾ അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ മാനറിസം, ബോഡി ലാംഗ്വേജ് എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു ക്യാരക്ടർ എത്രത്തോളം റിലേറ്റബിൾ ആയിട്ടാണ് തോന്നിയത്? ഞാൻ റിയൽ ലൈഫിൽ അങ്ങനെ ടോം ബോയ്സ് അല്ല. ഞാൻ കുറച്ച് ഫെമിനിൻ എനർജി ഒക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മുടി വെട്ടി കഴിഞ്ഞപ്പോൾ തന്നെ എങ്ങനെയൊക്കെയോ ഞാൻ അങ്ങനെ ആയി. ആൻഡ് ഓൾസോ ഞങ്ങൾ ഫുൾ ബോയ്സിൻ്റെ കൂടെ ഞാനാണ് ഫുൾ ടൈം ഷൂട്ടിന്. അപ്പം എൻ്റെ ചുറ്റും ഒരു ഗേൾ പോലും ഇല്ല. സിയും ശ്രുതിയൊക്കെ എനിക്ക് കോമ്പിനേഷൻ ഒന്നുമില്ല. അപ്പോൾ ഫുൾ ടൈം ബോയ്സിൻ്റെ കൂടെയാണ്, ഇവരുടെ കൂടെ തന്നെയാണ് സ്റ്റേ. ഇവർ ചായ കുടിക്കാൻ പോകുമ്പോൾ ഞാൻ ഇവരുടെ കൂടെ പോകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു എന്താ പറയുക, ഒരു എൻവയോൺമെൻറ്റിൽ വന്നപ്പോഴേക്കും എങ്ങനെയൊക്കെ ആയിപ്പോയതാണ്. അല്ലാതെ ഞാൻ വേറൊന്നും റിലേറ്റബിൾ ആയിട്ടില്ല. പിന്നെ മായയ്ക്ക് ചായ ഇഷ്ടമാണ്, എനിക്കും ചായ ഇഷ്ടമാണ്. അതാണ് ഏറ്റവും വലിയ, എൻ്റെ ചായ ഒരു പ്രധാന ഘടകമാണ്. അപ്പം മായയ്ക്കും ചായ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. അതെ, ഫുൾ ചായ ആയിരുന്നു. ചായയോട് ചായ. ഇതില് അജോ പറയണ പോലെ ഷുഗർ വരുന്ന പോലത്തെ അവസ്ഥ ഉണ്ടായിരുന്നോ? ഇല്ലില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോയി. ഇതില് ഈ ബാക്കി ആക്ടേഴ്സിന്റെ കൂടെ ഉള്ള എല്ലാരും ഒരുപാട് പറഞ്ഞിട്ടുണ്ടാകും, ഞാനും കുറെ ചോദിക്കുന്നുണ്ട്. എങ്കിലും ഇതിലെ ആക്ടേഴ്സ് സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിട്ട് നിന്ന ആൾക്കാരെയാണ് ഇതിലോട്ട് ഇവരുടെ ഒക്കെ ഒപ്പമുള്ള, ഇപ്പം അജോന്, സിജു, അതുപോലെ തന്നെ ഹാഷിർ, ഇവരെ എല്ലാവരും ഒപ്പമുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര നല്ല എക്സ്പീരിയൻസ്. ഒരു നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയാലുള്ള സന്തോഷമാണ്. ഇപ്പോൾ സിജു ആയാലും ജോമോൻ, അമിത്, അനു, സാഫിൻ്റെ ബ്രദർ അനു, ഇവരൊക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. അനുരാജ്, ഇവരുടെ സബ് ഒറിജിനൽസ് എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ചെയ്ത പരിപാടികളൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഓൾറെഡി ഞാൻ ഫാനാണ്.
രോമാഞ്ചം ഒക്കെ കണ്ടിട്ട് നമ്മൾ ഭയങ്കര ഫെമിലിയർ ആണല്ലോ. അപ്പോൾ അവരുടെ കൂടെ ആക്ട് ചെയ്യാൻ പറ്റിയതിനുള്ളൊരു സന്തോഷമുണ്ട്. ഇവർ ഭയങ്കര കംഫർട്ടബിൾ ആണ്, ചില്ലാണ് എല്ലാവരും. ആഷിൻ്റെ കൂടെ എനിക്ക് കോമ്പിനേഷൻ ഇല്ല, വന്നിട്ടില്ല. സെറ്റിൽ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവര്, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മള്. അതെ അതെ അതെ, അത് തന്നെ, അതേപോലെ തന്നെ. ഏറ്റവും പുതിയത് ഇപ്പൊ വാഴ 2 അനൗൺസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് സമയമായിട്ടുള്ള. വാഴ 2 ഉണ്ടോ? അത് പറയാറായിട്ടില്ല, ചെയ്തിട്ടുണ്ട്. അതിന്റെ പരിപാടികൾ നടക്കുന്നേ ഉള്ളൂ. സൂൺ അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടാവും. ഇതിന്റെ ഡയറക്ഷൻ കഴിഞ്ഞ ദിവസം ആനന്ദമായിട്ട് സംസാരിച്ചാൽ പറഞ്ഞു, ഡയറക്ഷൻ വേറെ ആളായിരിക്കും. ഡയറക്ടർ ഒക്കെ വന്നു. മ്യൂസിക്കിന്റെ സെർച്ചിങ് മ്യൂസിക് ടീം വിപിൻ ചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് പാർട്ടിൽ നോക്കിയാലും പാട്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഇപ്പം ഓരോ ക്യാരക്ടേഴ്സിനും എനിക്കൊന്ന് ഓരോ പാട്ടുകൾ വെച്ചിട്ടാണ്, എല്ലാ പാട്ടുകളും എല്ലാവർക്കും ഇമ്പോർട്ടന്റ് തന്നെയാണ്. മ്യൂസിക് ഡയറക്ടറും മാറ്റുന്നു എന്ന് തന്നെ തീരുമാനിച്ചോ? അയ്യോ, അതിനെ കുറിച്ച് എനിക്കറിയില്ല. അവര് അതിനെപ്പറ്റി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. ഈ വാങ്ക് കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി, ഇത്രയും നാൾ എന്ത് പറ്റി സിനിമയിലൊന്നും അങ്ങനെ ആരും വിളിച്ചില്ല? ഇത് ഓഡീഷൻ ത്രൂ ആയിരുന്നു? വാഴ ഓഡിഷന്. വാഴ 2021 റിലീസ് ചെയ്യുന്നത്. ഞാൻ ലോ പഠിക്കുകയായിരുന്നു കുസാറ്റില്. വാങ്ക് 2021 റിലീസ് ചെയ്യുവാണ്. ഞാൻ 2022 കോളേജിൽ നിന്ന് ഇറങ്ങുന്നത്. ലോ ആണ് കുസാറ്റിൽ ചെയ്തത്. അപ്പോഴൊക്കെ ഇങ്ങനെ ഓരോന്നും ഞാൻ ഓഡിഷൻസിന് പോകുന്നുണ്ടായിരുന്നു, മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. റിജക്ഷൻ തന്നെ റിജക്ഷൻ, അങ്ങനെ അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഞാൻ ജോലിക്ക് കയറി ഒരു 2 മാസം കോർപ്പറേറ്റ് ലോയിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതല്ല എൻ്റെ സംഭവം, സിനിമ തന്നെയാണ്. അങ്ങനെ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഓഡിഷൻസിനൊക്കെ പോയി അവസാനം വാഴയുടെ ഓഡിഷൻ എത്തി. അങ്ങനെയാണ്. ഈ വാഴ എന്ന ടൈറ്റിൽ കേട്ട സമയത്ത് നമ്മളിപ്പം ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ കാണുമ്പോഴാണ് വാഴ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കുന്നില്ല ഇതിൽ എന്തായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ അട്രാക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് അത്ര ഒരു ഫസ്റ്റ് ഒരു ഇംപ്രഷൻ മെജോറിറ്റി ഓഡിയൻസിനും അങ്ങനെ ആയിരിക്കും തോന്നിയിട്ടുള്ളത്. അപ്പം ഇതിൽ ഓൾറെഡി വാഴയിലൊരു ടീമായി, അതിനുശേഷം ഈ ടൈറ്റിലൊക്കെ അനൗൺസ് ചെയ്തപ്പം അന്ന് തോന്നിയിരുന്നു ഈ ഒരു രീതിയിൽ ഹിറ്റ് ആകും എന്നൊക്കെ? ഈ പലർക്കും ഏത് ഏജിലുള്ളവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ കൂടെയാണ് ഇപ്പം. അതാണ്, അത് നമുക്ക് ആദ്യം തൊട്ടേ ഷുവറായിരുന്നു. ഇത് റിലേറ്റബിൾ ഫാക്ടർ ഭയങ്കര കൂടുതലുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ യൂത്തിന് മാത്രമല്ല, ഫാമിലി ഓഡിയൻസിന് ഭയങ്കരമായിട്ട് വർക്ക് ആവുന്നുണ്ട്. അച്ഛന്മാരും മകനും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പാണ് ത്രൂ ഔട്ട് ദ മൂവി നമ്മൾ പറയുന്നത്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഒരു ഇമോഷണൽ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നത്തില്ല നമുക്ക് ഓരോ അത് ഭയങ്കരമായിട്ട് വർക്കായി. അപ്പോൾ റിലേറ്റബിൾ ഫാക്ടർ ഭയങ്കര കൂടുതലാണ് വാഴ എന്ന് പറയുന്ന സിനിമയിൽ. അത് നമുക്ക് ആദ്യമേ, വിപിൻ ചേട്ടനൊക്കെ വിഷണറിയാണ്, ആദ്യമേ അറിയാം. ആനന്ദായാലും എല്ലാവർക്കും ഇത് വർക്കാവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഈ അച്ഛൻ മകൻ കോമ്പിനേഷനുകളിൽ അതില് എല്ലാവർക്കും അതില് ഒരെണ്ണമായിരിക്കും പലർക്കും റിലേറ്റബിൾ ആയിട്ട്. അതിലിപ്പോ മീനാക്ഷിക്ക് പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഏത് അച്ഛൻ മകൻ കോമ്പിനേഷൻ? എനിക്കും ഉണ്ട് ഒരു അച്ഛൻ ഇതിനകത്ത്. നമ്മളുടെ കോ പ്രൊഡ്യൂസർ അനീഷേട്ടനാണ് അച്ഛൻ്റെ റോള് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ചെറിയൊരു സംഭവമാണേലും അനീഷേട്ടൻ പറയുന്ന ഡയലോഗ് ഭയങ്കര കോമഡിയാണ്, ഭയങ്കര എന്താ പറയുക, ഒരു പവർഫുൾ സീനാണ് അത്. കുറേ റിവ്യൂസ് ഇങ്ങനെ വരുന്നുണ്ട്. എനിക്കിപ്പോൾ എല്ലാം റിലേറ്റബിൾ ആണ്. നമുക്കങ്ങനെ എന്താ പറയുക, ഇത് മാത്രം റിലേറ്റബിൾ അങ്ങനല്ലേ. ത്രൂ ഔട്ട് ദ മൂവി എനിക്ക് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യമുണ്ട്. ബോയ്സിന് മാത്രമല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം എൻ്റെ ക്യാരക്ടറായാലും ഞാൻ ചെയ്യുന്ന ക്യാരക്ടറായാലും ആൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം എനിക്കും ചെയ്യാൻ പറ്റണം, അങ്ങനെ പറയുന്ന ഒരു ക്യാരക്ടർ. അങ്ങനെ കുറച്ചെങ്കിലും ഗേൾസ് ഉണ്ടാവും. അങ്ങനെ അച്ഛൻ ഒരു ആൺകുട്ടീനെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഒരു പെൺകുട്ടിയാണ് വന്നത്. അപ്പോൾ അച്ഛനെ സന്തോഷിപ്പിക്കാനായിട്ട് ആൺകുട്ടിയുടെ വേഷത്തിൽ നടക്കുന്നു. അങ്ങനെയൊക്കെ കുറേ ഗേൾസിനെ എനിക്ക് പേഴ്സണലി അറിയാം. അങ്ങനെ ക്യാരക്ടർ അഡാപ്റ്റ് ചെയ്യാനായിട്ട് അവരുടെ ഒരു ഹെൽപ്പ് വേണ്ടി വന്നിരുന്നു എപ്പോഴെങ്കിലും? നമുക്ക് അറിയുന്ന കുറേ പേരുണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഓരോരുത്തരുടെ ഫേസ് ഇങ്ങനെ വരും. പിന്നെ വിപിൻ ചേട്ടനും ആനന്ദും ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലോ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിലോ പോയി ചോദിച്ചാൽ മതി, ക്ലിയർ ആക്കി തരാം. ഈ ഒരുപാട് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുന്നുണ്ട്. ഇപ്പം ചിലർ അതില് കുറെ ഓഡീഷൻസിന് പോയി കുറെ പേരുടെ അടുത്ത് ചാൻസ് ചോദിക്കുക, അല്ലെങ്കിൽ ആക്ടിങ് മാത്രമല്ല ഞാൻ ചോദിക്കുന്ന, ഡയറക്ഷൻ സൈഡ് ആണെങ്കിലും എന്തായാലും കുറെ പോയി കഴിയുമ്പോൾ ചിലർക്ക് എനിക്ക് കിട്ടുന്നില്ല, ഇനി ഇത് വേണ്ട, എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാം എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. ഏതെങ്കിലും ഒരു മൊമെന്റിൽ മീനാക്ഷിക്കും തോന്നിയിരുന്നു അങ്ങനെ ഇനി പോവാൻ വയ്യ, അല്ലെങ്കിൽ ഒരു ലോ സ്റ്റുഡന്റ് ലോയർ ആണ്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ? പ്രാക്ടീസ് അല്ല, കോർപ്പറേറ്റ് ലിറ്റിഗേഷൻ, നോൺ ലിറ്റിഗേഷൻ ആയിരുന്നു. അങ്ങനെ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഒരു പോയിന്റിലും സിനിമ വേണ്ട എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സിനിമയാണ്
പണ്ട് തൊട്ടേ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. ഒരു കാര്യം ശരിക്കും പാഷനേറ്റ് ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു, അതിനെക്കുറിച്ച് എന്താ പറയുക, ഒരു ജെന്യുവൻ ആയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളെത്തും. അത് ഉറപ്പാണ്. അത് ആസ്പയറിങ് ആക്ടേഴ്സ് എല്ലാവരോടും എനിക്കത് തന്നെ, ക്വിറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ റിജക്ഷനൊക്കെ ഉണ്ടാവും, ഫെയിലിയറൊക്കെ ഉണ്ടാവും. വലിയൊരു റിജക്ഷൻ കിട്ടിയിട്ടുള്ള ഏതായിരിക്കും? ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ലിസ്റ്റ് പറയാനാണ് കുറേ. അതെ അതെ അതെ. അത് ഇപ്പോൾ ഓരോ ഓഡിഷന് പോകുമ്പോൾ നമുക്ക് എന്താ പറയുക, ചിലപ്പോൾ ഓരോ കാരണത്താൽ ഹൈറ്റ്, ഓരോ ക്യാരക്ടറിൻ്റെ ലുക്കോ അങ്ങനെയൊക്കെ ഫാക്ടർ മാറ്റർ ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് ഉള്ള സാധനം നമുക്ക് വരും. നമ്മുടെ പാഷൻ ജെന്യുവൻ ആയാൽ മാത്രം മതി. അതിനെക്കുറിച്ച് വർക്ക് ചെയ്ത് ഇങ്ങനെ പോവാ. ഹാർഡ് വർക്കിന്റെ ഒരു റിസൾട്ട് ആയിട്ട് ഇപ്പൊ വാഴ വന്നു. അടുത്ത ഇനി വരാൻ പോകുന്നത് മമ്മൂക്കയോടൊപ്പം, അതും JVM ഡയറക്ടോറിയലും. അതിലോട്ട് എങ്ങനെയായിരുന്നു? അത് ഓഡിഷൻ? അത് മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് എനിക്ക് കോള് വന്നു. ഒരു ചെറിയ ഓഡിഷൻ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാരക്ടർ എങ്ങനത്തെയാണെന്ന് എന്തെങ്കിലും പറയാൻ പറ്റും? ഇല്ല, പറയാൻ പറ്റില്ല. JVM ആവുമ്പോ തന്നെ നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടോ? പക്ഷെ മമ്മൂക്ക എന്നുള്ളത് വരുമ്പോഴത്തേക്കിന് എക്സ്പെക്ടേഷൻ മാറിപ്പോയി. അത് ഒന്നും പറയാറായിട്ടില്ല. അത് അവര് വൈകാതെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതല്ലാതെ വേറെ ഏതെങ്കിലും വർക്ക്സ് ഇപ്പൊ വാഴ കണ്ടിട്ട് ഓഫേഴ്സ് എന്തെങ്കിലും ഒക്കെ വന്നു? അപ്പൊ അതിന് ഞാൻ കമ്മിറ്റ് ചെയ്ത ഒരു പ്രോജക്റ്റ് ഉണ്ട്, നൗഫൽ അബ്ദുള്ള ഡയറക്ടോറിയൽ, മാത്യു തോമസ് ടീം. അതാണിപ്പോ സൂൺ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. ഈ മുടിയൊക്കെ ഒരുപാട് ഉണ്ടായിട്ട് അത് വെട്ടിക്കളയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കൊരു 2 ആഴ്ച മുന്നേ എനിക്ക് ലോങ് ഹെയർ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് 2 weeks മുന്നാണ് ഞാൻ വെട്ടിയത്. എനിക്ക് അങ്ങനെ റിഗ്രറ്റ് ഒന്നും എനിക്ക് വന്നിട്ടില്ല. വന്നിട്ടില്ല, അത്രേ ഉള്ളൂ. ഒട്ടുമില്ല. എൻ്റെ അമ്മയ്ക്ക് പക്ഷെ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് അല്ല, അമ്മ ഇങ്ങനെ അയ്യോ എൻ്റെ മോളുടെ മുടി അങ്ങനെ അമ്മയ്ക്ക് തോന്നിയിരുന്നു. എൻ്റെ അമ്മൂമ്മയ്ക്ക് പോലും ഒരു റിഗ്രറ്റ് ഉണ്ടായിരുന്നില്ല. അവരൊക്കെയാണ് എൻ്റെ മുടി ഭയങ്കരമായിട്ട് നോക്കുന്ന ആൾക്കാർ. എനിക്കങ്ങനെ അങ്ങനെ വലിയ സങ്കടമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല നല്ല സുഖ. അതെനിക്ക് റിലേറ്റ് ചെയ്യാൻ. അതെ, കുളിക്കാനൊക്കെ എന്ത് സുഖ. ഞാൻ ഇത് കുറച്ച് ദിവസം മുന്നേ നോക്കി പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് മുടിയുള്ളപ്പോ ഭയങ്കര പാടാണ്. ഇതാകുമ്പോ സിമ്പിൾ. അതെ, പയ്യന്മാരുടെ അവരുടെ ഒരു സുഖം ഇപ്പൊ മനസ്സിലായി. നമ്മുടെ ഡ്രയറൊക്കെ എടുത്തിട്ട് തന്നെ കുറെ നാളെ, 1 വർഷമൊക്കെ ആയി എടുത്തിട്ട്. അതെ, ഇനിയും ലോങ് ഹെയർ ഇനിയും വേണ്ടി വരും. ക്യാരക്ടേഴ്സ് ഒക്കെ അങ്ങനെയാണ് ഓരോന്ന്, ഇനിയും വേണ്ടി വരും.